ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ ഇങ്ങനെ ഈ ചപ്പാത്തിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ, ഒരു റോള് റോൾ ഉണ്ടാക്കാനാണേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചപ്പോൾ എടുത്ത് മാറ്റി വെച്ചതാണേ. അങ്ങനെ അത് കുറച്ച് എടുത്തിട്ടുണ്ട്. ചിക്കൻ തുറന്നത് ആളിവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു സമാധാനമല്ല തീരുന്നത്, ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് അവൾക്ക് പങ്ക് കൊടുക്കുന്നത് വരെ അവൾ മാറിയിട്ടില്ല ഗൈസ്. അങ്ങനെ നമുക്ക് ആ ചിക്കൻ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. കുറച്ച് നേരം ഇരുന്നാലല്ലേ ചിക്കനിലെല്ലാം പിടിക്കുകയുള്ളൂ എന്നല്ലേ പറയുന്നത് അല്ലേ. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് എപ്പോഴായാലും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടേ ഞങ്ങൾ അപ്പം കഴിച്ചോളും, അങ്ങനെയാണ്. എന്തായാലും നമുക്കത് മാറ്റി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് വേറൊരു സൂത്രം കൂടെ ചെയ്യാം. നമ്മൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, കുറച്ച് പച്ചമുളകും, സവാളയ്ക്ക് നല്ല വിലയായതുകൊണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണയുടെ ബാക്കിയിൽ, ആ എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുപോലെ അതിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മൾ മസാല ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം, റെഡിയാക്കി എടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ട് നമുക്കിത് അടച്ചു വെച്ച് എത്ര മിനിറ്റ് അടച്ചു വെക്കേണ്ടി വരും? നിങ്ങൾ വേകുന്നത് വരെ അടച്ചു വെച്ചോളൂ കേട്ടോ. അങ്ങനെ പറഞ്ഞുതരാൻ അറിയാവൂ. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിനൊന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് നമുക്കപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാമേ. ഈ സമയം കൊണ്ട് നമ്മൾ ആദ്യം കാണിച്ചതുപോലെ നമ്മുടെ ചപ്പാത്തിയിലാണ് നമ്മളിന്ന് റോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം. ഫ്രൈ ചെയ്തല്ല, ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാമേ. ഇത് നമ്മളിതാ മയണൈസ് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് ഞങ്ങളെ മയണൈസ് കഴിക്കൂ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ 2 മുട്ടയുടെ വെള്ളയിലാണ് മയണൈസ് ഉണ്ടാക്കുന്നത്. മുട്ടയുടെ വെള്ള എടുത്ത് മയണൈസ് ഉണ്ടാക്കാൻ അറിയാമല്ലോ. സൺഫ്ലവർ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളിയുടെ പീസ് ഇട്ടിട്ട് മയണൈസ് റെഡിയാക്കി. പിന്നെ ബാക്കിയുള്ള മുട്ട ഞങ്ങളിതാ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സമയം കൊണ്ട് മയണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയിൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സംഭവങ്ങൾ ചപ്പാത്തി, ചിക്കൻ ഫ്രൈ ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മയണൈസ്, പിന്നെ നമ്മൾ ബാക്കിയുള്ള മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മസാലയൊക്കെ നല്ല ഭയങ്കര ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചീസ് കാണിക്കുന്നുണ്ട്, പക്ഷേ ചീസ് ഞങ്ങൾ എടുത്തിട്ടില്ല. ഓക്കെ, എന്നിട്ട് ആദ്യം ദോശക്കല്ലിൽ മുട്ട നമ്മുടെ അടിച്ചു വെച്ചില്ലേ, ആ മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചപ്പാത്തി വയ്ക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ ചപ്പാത്തി വെച്ച് കൊടുക്കാം. തിരിച്ചിടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ തിരിച്ചിട്ടിട്ടാണ് നമ്മൾ റോള് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ കല്ലിൽ നിന്ന് ഇറക്കിയതിന് ശേഷം മാത്രമേ ഇതിൽ ഫില്ലിങ്സ് സെറ്റ് ചെയ്യാവൂ. ഞങ്ങൾ അങ്ങനെ കല്ലിൽ വെച്ചുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്തെടുത്തു. ലാസ്റ്റ് ഈ ചപ്പാത്തി ഞങ്ങൾ മടക്കാൻ പറ്റിയില്ല ഗൈസ്. ഭയങ്കര പണിയായിരുന്നേ. ഒരുമാതിരി പപ്പടം കണക്കായിപ്പോയി ചപ്പാത്തി. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇതിങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഈ ഫില്ലിങ്സൊക്കെ വച്ചിട്ട് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യാം കേട്ടോ. ഞങ്ങൾ ആദ്യത്തെ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ ഫ്ലോപ്പ് ആയത്, മടക്കാൻ പറ്റാതാവണത്. ഞങ്ങൾ രണ്ടാമത്തത് തൊട്ട് ഞങ്ങളെല്ലാം പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടാണ് റോൾ ചെയ്തെടുത്തത്. അപ്പോൾ ആ മുട്ട തിരിച്ചിടുമ്പോഴത്തേക്കും മറ്റേ മുട്ടയും ചപ്പാത്തിയും കൂടെ സെറ്റായിട്ട് കിട്ടും നമുക്ക്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മസാല ഉണ്ടല്ലോ, അത് വയ്ക്കാം കേട്ടോ. ഒരുപാടൊന്നും വയ്ക്കേണ്ട. ഒരുപാട് വെച്ചാൽ ചിലപ്പോൾ കുത്തൽ തോന്നും, മസാലയുടെ ഭയങ്കരമായിട്ടുള്ളൊരു കുത്തൽ തോന്നും. അതുകൊണ്ട് ഒരുപാട് വയ്ക്കേണ്ട. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എത്രത്തോളമാണ് വേണ്ടത് അത് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ ആ ചിക്കൻ പീസ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ല കാര്യമായിട്ട് വയ്ക്കാം, അത് നമുക്കിഷ്ടമാണല്ലോ. അതുകൊണ്ട് അത് കാര്യമായിട്ട് വയ്ക്കാം. അതുകൂടെ വച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ. ഞാൻ നല്ല ഡിസൈനിൽ സ്പ്രെഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് ഇവിടെ, പക്ഷേ ഡിസൈനിൽ സ്പ്രെഡ് ആയില്ല ഗൈസ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് വന്നത്. എന്തായാലും കുഴപ്പമില്ല, ആയല്ലോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇത് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്, ഫില്ലിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കാം. കണ്ടു ഗൈസ്, ഞങ്ങളുടേത് മടങ്ങാത്തത് കണ്ടു. ഇതുകൊണ്ടാണ് നിങ്ങളുടെ പറഞ്ഞത് താഴെ ഇറക്കി വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ഇത് ചെയ്തെടുക്കാവൂ. അപ്പോൾ അങ്ങനെ ബാക്കി എല്ലാം താഴെ ഇറക്കി വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇത് നിങ്ങൾക്ക് ബെറോട്ടയിൽ വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾ ചപ്പാത്തിയിലാണ് ചെയ്തത്, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നേ, നല്ല രസമുണ്ടായിരുന്നേ. എല്ലാം ഞങ്ങളിവിടെ 6 എണ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ പീസ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ സത്യാഗ്രഹം കാരണം കടിച്ചു. രണ്ടാമത്തെ പീസിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സംഭവം സൂപ്പറാണേ ഗൈസ്. കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് നല്ല ടേസ്റ്റായിരുന്നേ. നമ്മുടെ ഷവർമ്മ തിന്നൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അതാളിവിടെ ഈ ആൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം കൊടുക്കുന്നത് വരെ ഇവിടെ നിൽക്കുകയാണ്. ഒരു സമാധാനവും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് പങ്ക് കൊടുത്തപ്പോഴാണ് കളം വിട്ട് പോയത്. അപ്പോൾ ഈ സാധനം ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒന്നിലൊന്നും നിർത്തിയില്ല. ഭയങ്കര ആ ഫില്ലിങ്ങൊക്കെ മയണൈസൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇത്രയും വിജയമാവുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് സമയം മതി. സൂപ്പർ സാധനമാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ